ഈ ജോർജിയയിൽ BSc നഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടാൻ എളുപ്പമാണോ? ഇത് എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ വരുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. ഞാൻ ആൻസർ പറഞ്ഞ് മടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെയാണിത്. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പെട്ടെന്നൊരു ജോലി കിട്ടാം, അല്ലെങ്കിൽ ജോലി കിട്ടാൻ എളുപ്പമാണ് എന്ന് പറഞ്ഞിട്ട് ആരും MBBS അല്ലെങ്കിൽ എന്താ പറയുക BSc നഴ്സിംഗ് എടുക്കണമെന്ന് ഒരിക്കലും ഞാൻ പറയില്ല. കാരണം നമുക്ക് ഇറ്റ്സ് എൻ ഓപ്പർച്യൂണിറ്റി ടു ഡു സം ഗുഡ് ടു ദ സൊസൈറ്റി. അപ്പം യെസ് ഒബ്വിയസ്ലി നമുക്ക് നല്ല പേ എല്ലാം കിട്ടും. അപ്പോൾ അറ്റ് ദ സെയിം ടൈം നമ്മൾ കൊടുക്കേണ്ട ഒരു എഫേർട്ട് കൂടി ഉണ്ട്. ചുമ്മാ നമ്മൾ കോളേജിൽ വന്നിട്ട് ഒരു ഡിഗ്രി എടുത്തിട്ട് പോകണമെന്ന് മാത്രം ആവരുത്. നമുക്കിപ്പം പുറത്തുള്ള രാജ്യങ്ങളിൽ പോയിട്ട് വർക്ക് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അവർ നോക്കുന്നത് നമ്മുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് മാത്രമല്ല, അവർ നമ്മുടെ ഓവറോൾ CV നോക്കും. നമ്മൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് കോളേജ് മാത്രമല്ല, നമ്മൾ വേറെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മുടെ CV ബൂസ്റ്റ് ചെയ്യാൻ, നമുക്ക് ഇതിനോട് ഉള്ളൊരു ഇൻട്രസ്റ്റ്, നമ്മുടെ പാഷനൊക്കെ അവർ നോക്കും. സോ നിങ്ങൾക്ക് ഇപ്പം ജോർജിയ വന്നിട്ട് നിങ്ങൾ BSc നഴ്സിംഗ് പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ, ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ജോർജിയയിൽ തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അവിടെ ഒരുപാട് കോൺഫറൻസസ്, ഒരുപാട് വർക്ക്ഷോപ്സ് ഒക്കെ നടക്കുന്നുണ്ട് മെഡിക്കൽ റിലേറ്റഡ് ആയിട്ട് തന്നെ. സോ അതൊക്കെ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക, സർട്ടിഫിക്കറ്റ്സ് വാങ്ങാം. പിന്നെ പറ്റുന്ന സമയത്തൊക്കെ നിങ്ങളുടെ ക്ലാസ് അവേഴ്സിൻ്റെ പുറത്ത് തന്നെ നിങ്ങൾക്ക് ടൈം കിട്ടുമ്പോഴൊക്കെ ഹോസ്പിറ്റൽസിൽ പോയിട്ട് ഷാഡോയിങ് ചെയ്യുക, ഒബ്സർവർഷിപ്പ് ചെയ്യുക, അസിസ്റ്റൻറ്റ് നേഴ്സായിട്ട് പോകാൻ നോക്കുക. ഓൾസോ ജോർജിയയിൽ ഒരുപാട് മെഡിക്കൽ സ്റ്റുഡൻസ് തന്നെ നടത്തണ സ്റ്റുഡൻറ് സൊസൈറ്റീസ് ഉണ്ട്. അപ്പോൾ അവർ അതിനകത്ത് ഒരുപാട് ഈവൻറ്റ്സ് കണ്ടക്ട് ചെയ്യാറുണ്ട്. അവർ റിസർച്ച് വർക്ക്ഷോപ്സ് കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ റിസർച്ചിൻ്റെ ഭാഗമാവാൻ ശ്രമിക്കുക. എന്തെങ്കിലും വോളണ്ടിയറിങ് ഓപ്പർച്യൂണിറ്റീസ് വരാമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ പറയുന്നത് ഫുൾ ടൈം ഇതിലാവണം എന്നുള്ളതല്ല. അപ്പോൾ നിങ്ങൾക്ക് വീക്ക്ലി വൺസ് ആണ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണെങ്കിലും മതി. സോ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ചെയ്യാൻ നോക്കുക. അത് കഴിഞ്ഞിട്ട് ഇപ്പം നിങ്ങൾക്കൊരു രാജ്യത്തേക്ക് പോകണം എന്നുണ്ടെങ്കിൽ അവരുടെ റിക്വയർമെൻറ്റ്സ് എന്താണോ അത് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ നിങ്ങളുടെ CV വെച്ചിട്ടായിരിക്കുമല്ലോ ഒബ്വിയസ്ലി അപ്ലൈ ചെയ്യുന്നുണ്ടാവുക. സോ അപ്പാർട്ട് ഫ്രം എല്ലാ കുട്ടികളും ചെയ്യുന്ന പോലെ ഈ എന്താ പറയുക ഡിഗ്രിയും ഇത് മാത്രമല്ല, യു ഹാവ് സംതിങ് എൽസ്. യുവർ CV ഈസ് സ്റ്റാൻഡിങ് ഔട്ട്. കാരണം യു ഹാവ് ഷോൺ ആൻ ഇൻട്രസ്റ്റ് ഇത് ഈ കോഴ്സ് പഠിക്കാൻ കൂടെ ആയിട്ട്. അത് എന്താ പറയുക, ചുമ്മാ കോളേജ് വന്നു അതിന് വർക്ക് ചെയ്തു എന്നുള്ള സംഭവം മാത്രമല്ലാതെ ട്രൈ ടു ഡു സംതിങ് ഔട്ട്സൈഡ് ഓഫ് യുവർ കോളേജ് ഇറ്റ്സ് വെൽ. അത് നിങ്ങളെ എന്താ പറയുക ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ആൻഡ് യു വിൽ താങ്ക് യുവർ സെൽഫ് ലേറ്റർ.